ഹലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പഴയ സ്കെയിൽ കിട്ടിയിട്ടുണ്ട്. സ്കെയിൽ എന്ന് പറയുമ്പോൾ വെയിറ്റ് നോക്കുന്ന സ്കെയിൽ, വെയിറ്റ് നോക്കുന്ന മെഷീൻ, വെയിങ് സ്കെയിൽ, അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് കുറച്ച് പഴയതാണ്. ഒരു 10-15 കൊല്ലത്തോളം പഴക്കമുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിലല്ല. ആ, ഏറെക്കുറെ ചത്ത സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ അതിനുള്ളിൽ വെയിറ്റ് നോക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. വെയിറ്റ് നോക്കുന്ന മെഷീനകത്ത് വെയിറ്റ് അറിയാൻ യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഇത്. അപ്പോൾ ഇത് പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് സാധനമൊന്നും മനസ്സിലാകില്ല. 2 അലൂമിനിയത്തിൻ്റെ കഷ്ണം മാത്രമുണ്ട്. ഇതിൻ്റെ മേളിൽ കുറച്ച് ഇതേ പശയൊക്കെ തേച്ച് ഇവിടെ 2 റെസിസ്റ്ററും ഒരു വയറും ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് എങ്ങനെയായിരിക്കും വെയിറ്റ് മെഷർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഡിജിറ്റൽ സ്കെയിലിൻ്റെ ടെക്നോളജി നമ്മുടെ നാട്ടിലോട്ടൊക്കെ വന്നിട്ട് ഏറെക്കുറെ, നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഈ ടെക്നോളജി കണ്ടുപിടിച്ചിട്ട് ഒരു 10-50 കൊല്ലമായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 8-10 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ ഇതുപോലെ ഡിജിറ്റൽ സ്കെയിലുകൾ ഒക്കെ വരാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ വരെ നമ്മൾ കട്ടിങ് ത്രാസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. അപ്പോൾ ഈ വെയിറ്റ് നോക്കുന്ന മെഷീനുകളുടെ ഹിസ്റ്ററിയിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഏറെക്കുറെ 10,000 കൊല്ലം പഴക്കമുണ്ട് ഈ ടെക്നോളജിക്ക്. ഈ ടെക്നോളജിക്കല്ല, ഈ വെയിറ്റ് നോക്കുക എന്നുള്ള ആവശ്യത്തിന്. എന്താണെന്ന് വെച്ചാൽ പണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചിട്ടാണ്, ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണല്ലോ. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ചക്ക കൊടുത്ത് മാങ്ങ മേടിക്കുക, അരി കൊടുത്ത് കൊലക്കം മേടിക്കുക, അങ്ങനെയുള്ള പരിപാടി. അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് അടുത്ത സാധനം മേടിക്കും. അപ്പോൾ ആളുകൾ ഇങ്ങനെ വലിയ സിവിലൈസേഷനായിട്ട് ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൈമാറ്റം ചെയ്യുന്ന സാധനങ്ങളുടെ വാല്യൂവിനുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരു പ്രശ്നം വന്നു. എനിക്കിപ്പോൾ കുറേ ഉരുളക്കിഴങ്ങാണ് വിൽക്കാനുള്ളത്, എനിക്കൊരു പശുവിനെ വേണമെങ്കിൽ എങ്ങനെ ഒന്ന് ഈക്വലാക്കും അല്ലേ? നമ്മൾ പശുവിൻ്റെ വെയിറ്റിനുള്ള ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാവും അല്ലേ? പക്ഷേങ്കിൽ അവിടെ നമുക്ക് വെയിറ്റ് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴാണ് 2 സാധനങ്ങൾ ബാലൻസ് ചെയ്തിട്ട് ഒരേ വെയിറ്റ് ആണോ നോക്കുന്നത്. ഒരു സീസ പോലെ പിള്ളേർ ഈ പാർക്കിലൊക്കെ കയറുന്ന ആടുന്ന സീസോ ഇല്ല, ഒരാൾ അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ ആ സീസോ പോലെ ബാലൻസ് അപ്പുറം ഇപ്പുറം ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ഈക്വൽ വെയിറ്റ് ആണോ നോക്കിയിട്ട് അങ്ങനെ ബാർട്ടർ സിസ്റ്റത്തിൽ കച്ചവടം ഉണ്ടായിരുന്നു പണ്ട്. പിന്നീട് ക്യാഷിൻ്റെ ഇൻട്രൊഡക്ഷൻ വന്നപ്പോഴത്തേക്കും ഈ അപ്പുറം ഇപ്പുറം വെച്ച് 2 സാധനങ്ങൾ ഒരേപോലെ വെയിറ്റിന് ബാലൻസ് ചെയ്യുന്നതിന് പകരം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെയിറ്റുകൾ വെച്ചിട്ട്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ 1 കിലോ കട്ടി, 2 കിലോ കട്ടി, അതുപോലെ പല പല കട്ടികൾ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ തൂക്കി കാശിന് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായി. അപ്പോൾ ആ സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാശ് എന്നുണ്ടെങ്കിൽ സ്വർണ്ണവും വെള്ളിയും അതുപോലെ കോപ്പറും ഒക്കെ ആയിരുന്നു, ചെമ്പും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്തെ ക്യാഷ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു സ്കെയില് ഉണ്ടാവുകയാണ് ചെയ്തത്. ഫസ്റ്റത്തെ ആ ഒരു വെയിറ്റ് നോക്കുക എന്നുള്ള ഒരു സിസ്റ്റം അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നീതി ദേവതയുടെ കയ്യിൽ ഇരിക്കുന്ന കട്ടിങ് ത്രാസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കട്ടിങ് ത്രാസ് പിടിച്ചിട്ട് ആണല്ലോ കണ്ണൊക്കെ ഇട്ടിട്ട് നീതി ദേവത ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ത്രാസ് തന്നെയാണ് പണ്ട് 5000 കൊല്ലം മുന്നേ ഉള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും കാലമായിട്ടും ടെക്നോളജിക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല അല്ലേ? നമ്മൾ മനുഷ്യർ കണ്ടുപിടിച്ച ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ഒന്നെങ്കിൽ ഒരു തലയായിരിക്കും, അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളുടെ തലയിൽ നിന്നാണ് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡെവലപ്പായി വന്നത് അല്ലേ? ഈ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്ന ഓരോരോ ആൾക്കാരാണ്. ഇപ്പോൾ സ്റ്റീം എഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജെയിംസ് വാട്ടാണ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്. അതുപോലെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. അങ്ങനെ ഓരോരോ ആളുകൾ ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഓരോരോ തലച്ചോറ് മതിയായിരുന്നു. പക്ഷേങ്കിൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ വേണം, ഒരു സിവിലൈസേഷൻ മുഴുവൻ ഉണ്ടെങ്കിലേ ഒരു സാധനം ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പം മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ അത് ഡെവലപ്പായി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഐഫോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഐഫോൺ 1 കണ്ടുപിടിച്ചിട്ട് സ്റ്റീവ് ജോബ്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് സ്റ്റീവ് ജോബ്സ് അത് വെച്ചേക്കുന്നതെങ്കിൽ ഓക്കെ, എനിക്കിത് ഉപയോഗിക്കാനുള്ള കറക്റ്റായിട്ടുള്ള സാധനമാണ്, എനിക്കിനി ഇത് മതി, ഇത് കൂടുതൽ എന്തിനാ, ഓക്കെ ഇത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് ജോബ്സ് ഇപ്പോഴും ഐഫോൺ 1 തന്നെ ഉപയോഗിച്ചാണ്. പക്ഷേങ്കിൽ ഈ സാധനം മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് പല പല ആൾക്കാർ അത് യൂസ് ചെയ്തപ്പോൾ അതിനകത്തെ പോരായ്മകളും അതിനകത്തെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിച്ചതും പുള്ളിക്കാരനെ കൊണ്ട് തോന്നിച്ചതും അങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഐഫോൺ 16 വരെ ഉപയോഗിക്കുന്ന ആ ഒരു സെറ്റപ്പ് വരെ ആയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തം ആവശ്യത്തിനനുസരിച്ചാണ് ഓരോ സാധനങ്ങളും ഇന്നോവേറ്റ് ആകുന്നത്, ഡെവലപ്പ് ആകുന്നത്, ഇമ്പ്രൂവ് ആകുന്നത്. ഓക്കെ. പക്ഷേങ്കിൽ ഈ സ്കെയിലുകളുടെ കാര്യം മാത്രം, ഈ വെയിറ്റ് നോക്കുന്ന മെഷീനുകളുടെ കാര്യം മാത്രം അങ്ങനല്ല. കാരണം 10,000 കൊല്ലം മുന്നേ ഉപയോഗിച്ചിരുന്ന കട്ടിങ് ത്രാസുമാണ് ഈ ഇടയ്ക്ക് വരെ നമ്മൾ മീൻ തൂക്കാനായിട്ട് കടയിൽ പോയപ്പോഴത്തേക്കും കണ്ടതല്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്കെയിലുകൾ മാത്രം അങ്ങനെ ഇമ്പ്രൂവ് ആയില്ല അല്ലേ? അത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഈ ഒരു ഈജിപ്തുകാരുടെ മ്യൂറൽ നോക്കിയാൽ നമുക്ക് ഇതിൽ വലിയൊരു കട്ടിങ് ത്രാസം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ കട്ടിങ് ത്രാസും ഈ ഈജിപ്തുകാർക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ ആളുകൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് തീരുമാനിക്കുന്നത്
ഗോഡ് അനൂബിസ് ആണ്. ഈജിപ്ഷ്യൻ ഗോഡ് അനൂബിസ് ആണ് ഇതൊക്കെ തീരുമാനിക്കുന്ന ആൾ. അപ്പോൾ അനൂബിസ് ഗോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിങ് ത്രാസ് എടുത്തിട്ട് ഒരാളുടെ ഹൃദയം ഒരു ചെടി വെക്കും, ഒരു തൂവൽ ഇപ്പുറത്തെ ചെടി വെക്കും. അപ്പോൾ തൂവലിനേക്കാളും ഭാരം കുറവാണ് ഹൃദയത്തിനെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ നരകത്തിൽ പോകണം. അതായിരുന്നു സിസ്റ്റം. എന്താലേ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഇമോഷണലി മനുഷ്യനെ വെയിറ്റ് നോക്കിയിട്ടാണ് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലം മുതലേ സെയിം ടൈപ്പ് കട്ടിംഗ് ത്രാസ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ റോമൻ കാർവിങ്സ് നോക്കിയാൽ, കാർവിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കല്ലേൽ കൊത്തി ഉണ്ടാക്കിയ ശില്പം പോലത്തെ സാധനമാണ് ഈ കാർവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർവിങ്സ് നോക്കിയാൽ ഇതിലൊരു ഇറച്ചി വെട്ടുകാരനെ കാണാം. ഈ ഇറച്ചി വെട്ടുകാരൻ്റെ പുറകുഭാഗത്തായിട്ട് ഒരു കട്ടിംഗ് ത്രാസും കാണാം. സെയിം നമ്മൾ ഒരു 10 കൊല്ലം മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെയിം കട്ടിംഗ് ത്രാസ്, ഒരു വ്യത്യാസമില്ല അല്ലേ. അപ്പോൾ ആ ടെക്നോളജി അന്നത്തെ ടെക്നോളജിയാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ടെക്നോളജിയാണ് അന്ന് യൂസ് ചെയ്തിരുന്നത്. അതായത് ടെക്നോളജി വ്യത്യാസം ഒന്നുമില്ല. മനുഷ്യരെന്താ അതങ്ങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മടിയന്മാരായിരുന്നു അല്ലേ. ഈ കട്ടിംഗ് ത്രാസിൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഇവിടെ ഉണ്ട് കേട്ടോ. 390 BC ഒരു സെൽറ്റിക് കിങ്, ബ്രന്നസ് എന്ന് പറഞ്ഞൊരു കിങ്. ഇപ്പോൾ സെൽറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്പിൻ്റെ മേളിലുള്ള കുറച്ച് രാജ്യങ്ങളാണ് സെൽറ്റിക് നേഷൻസ് വരുന്നത്. അയർലൻഡ്, സ്കോട്ട്ലൻഡ്, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ വരും. അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു കിങ് വന്നിട്ട് 390 BC റോം അങ്ങ് ഇൻവേഡ് ചെയ്തു. റോം ഇൻവേഡ് ചെയ്തിട്ട് റാൻസം മണി ആയിട്ട് 1000 പൗണ്ട് സ്വർണ്ണമാണ് ചോദിച്ചത്. കാശ് എടുക്കാൻ പറഞ്ഞു റോമൻസിനോട്. അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഈ ക്യാഷ് അല്ല, ഈ സ്വർണം തൂക്കി നോക്കാനായിട്ട് ബ്രന്നസ് സ്വന്തം കട്ടിംഗ് ത്രാസ് കേട്ടോ കൊണ്ടുവന്നേ. അപ്പോൾ ഈ ബ്രന്നസിന് തട്ടിപ്പിൽ നല്ല വിദഗ്ധനായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതൽ സ്വർണം തൂക്കിയെടുത്തിട്ട് പറ്റിച്ച് റോമൻസിൻ്റെ കയ്യിൽ നിന്ന് സ്വർണം പറ്റിച്ച് കൊണ്ടുപോയി. അപ്പോൾ അതാണ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഈ തൂക്കി നോക്കുന്ന മെഷീനുകളിൽ തട്ടിപ്പിൻ്റെ ഒരു എന്താ പറയുക ഹിസ്റ്ററി വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും നമ്മൾ പുറകോട്ടൊന്നുമല്ല അല്ലേ. ഈ ഇങ്ങനെ തൂക്കി നോക്കുന്ന ആ ത്രാസിൻ്റെ അടിഭാഗത്തായിട്ട് അതുമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് വെയിറ്റ് ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ തട്ടിക്കുന്ന പരിപാടി നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്നതുകൊണ്ടുതന്നെ ആൾക്കാർ ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്തും. എനിക്കറിയാമെന്നല്ല കേട്ടോ പറയുന്നത്. എന്തായാലും തട്ടിപ്പ് നമ്മൾ മറന്നിട്ടില്ല, അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. എന്തായാലും റോമൻസ് അതിൽ നിന്ന് പാഠം പഠിച്ചു. റോമൻസ് പിന്നീട് വന്ന് ബ്രിട്ടൻ ഇൻവേഡ് ചെയ്തപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരുടെ അടുത്ത് ചെന്നപ്പോൾ ബ്രിട്ടീഷുകാർ അവിടെ പഴയ പോലെ തന്നെ കല്ലും തടിയുള്ള ത്രാസുകൾ വെച്ചിട്ട് സാധനങ്ങൾ തൂക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്നും പറ്റത്തില്ല, അന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇരുമ്പിൻ്റെ കട്ടിംഗ് ത്രാസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആദ്യമായിട്ട് ഈ വെയിറ്റ് നോക്കുന്ന വെയിങ് സ്കെയിൽ സിസ്റ്റത്തിനകത്തോട്ട് കൊണ്ടുപോകുന്ന ഈ റോമൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വെയിറ്റ് നോക്കുന്ന മെഷീനകത്തുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ നമുക്ക് ഇന്നും കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു സ്കെയിലിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ ഇതിൽ കമ്പി ഇട്ട് കെട്ടിയേക്കുന്നതാണ്. കമ്പി ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അടുക്ക് കൊണ്ട് സീൽ അടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ സീൽ പൊട്ടിക്കാനായിട്ട് പാടില്ല, എന്നാൽ പൊട്ടിച്ചാൽ ശരിയാവുമല്ലോ, പൊട്ടിക്കാൻ പാടില്ല, അതാണ് നിയമം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടാണ്, അവിടുത്തെ ആൾക്കാർ വന്നിട്ടാണ് നമ്മൾ കട്ടിംഗ് ത്രാസായാലും കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അളന്നാൽ കറക്റ്റായിട്ടുള്ള വെയിറ്റുകളാണ് വരുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സീൽ അടിക്കുന്നതാണ് കേട്ടോ അത്. എന്തായാലും കുറേ ഭാഗം ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്കെയിലുകളുടെ കാര്യത്തിൽ വലിയ കാര്യമുള്ള ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. ലിയോണാർഡോ ഡാവിഞ്ചി വരെ സ്വന്തമായിട്ട് ഇതിലൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പല രീതിയിലുള്ള വെയിറ്റ് നോക്കുന്ന മെഷീനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും വലിയ കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സംഗതികളൊന്നുമില്ല. ഏറെക്കുറെ എല്ലാം ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെ വർക്ക് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നിലത്ത് വെക്കുന്ന ടൈപ്പ് കട്ടിംഗ് ത്രാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പറേ ഓരോ വെയിറ്റുകൾ വെച്ചിട്ട് ഇവിടെ കട്ടി വെക്കും, ഇവിടെ വെയിറ്റ് തൂക്കാനുള്ള സാധനം വെക്കും, നടുക്കൊരു സൂചി ഇങ്ങനെ ആടിയിട്ട് കറക്റ്റ് സെൻറ്റർ വഹിക്കണം, അങ്ങനെ സാധനങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ ഈ അടുത്ത് വരെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കട്ടിംഗ് ത്രാസും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് 1770-കളിലാണ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് സ്പ്രിങ് ത്രാസുകൾ വരാൻ തുടങ്ങിയത്. റിച്ചാർഡ് സാൾട്ടർ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് ഈ സ്പ്രിങ് ത്രാസുകൾ കണ്ടുപിടിച്ചത്. അങ്ങനെയുള്ള സ്പ്രിങ് ത്രാസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മളിങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ തൂക്കിയിട്ട് പിടിക്കും. വാഴക്കൊലയൊക്കെ തൂക്കാനായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് ഇങ്ങനെ തൂക്കി കഴിയുമ്പോഴത്തേക്കും ഒരു സൂചി ഇങ്ങനെ ഓടി നടന്നിട്ട് എത്ര കിലോ ഉണ്ട് എന്ന് എഴുതി കാണിക്കും. അങ്ങനെ ഒരു സ്പ്രിങ് ത്രാസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് സ്വർണ്ണം അളക്കാനായിട്ട് ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ടൈപ്പ് കട്ടിംഗ് ത്രാസ് തന്നെ ഉണ്ടായിരുന്നു. ചെറിയൊരു ചില്ലിൻ്റെ കൂടിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു വെയിറ്റ് ഇടും, ഇവിടെ ഒരു വെയിറ്റ് ഇടും. അങ്ങനെ 5 പൈസയുടെ സൈസുള്ളതും അങ്ങനെ തീരെ ചെറിയ വെയിറ്റുകളിട്ട് ചെക്ക് ചെയ്യുന്ന അതും കട്ടിംഗ് ത്രാസ് തന്നെയാണ്. അപ്പോൾ പിന്നീടാണ് ഇലക്ട്രോണിക് ടെക്നോളജിയോട്ട് വന്നത്. ഇലക്ട്രിസിറ്റിയും അങ്ങനെയുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതായത് കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡെവലപ്പായിപ്പോയി. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് മോളിക്കുലർ ലെവലിൽ തന്നെ ഓരോ സാധനങ്ങളുടെ വെയിറ്റ് ഇളക്കാനായിട്ട് അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്കെയിലുകളൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് നോക്കുന്ന മെഷീനുകളുണ്ട്. ഇലക്ട്രോണിക് വെയിങ് സ്കെയിലുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ ആരാണ് കണ്ടുപിടിച്ചതെന്ന് നമുക്കൊന്ന് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് അങ്ങനെ ആൾക്കാരും ഇല്ല. എന്തായാലും ഇങ്ങനൊരു സ്കെയിൽ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇതിനൊരു പേറ്റൻറ്റ് വേണ്ടി അപേക്ഷിച്ചത് റിച്ചാർഡ് ലഷ്ബോവും എഡ്വാർഡ് പയർ എന്ന് പറഞ്ഞ 2 പേരാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടാണ് ഡെവലപ്പ് ചെയ്തെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ ഒരു പേറ്റൻറ്റ് പോയേക്കുന്ന ഇവർ 2 പേരുടെയും പേരിലാണ്. ഈ ഒരു സ്കെയിൽ നോക്കുവാണെങ്കിൽ ഇതിൽ
ഇത് റെസിസ്റ്റൻസിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു വെയിറ്റ് നോക്കുന്ന മെഷീനാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു വളയം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കമ്പികൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്, അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വളയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലുള്ള റെസിസ്റ്റൻസിന് ചേഞ്ച് വരും. ആ റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് എത്ര വെയിറ്റുള്ള സാധനമാണ് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന വെയിറ്റ് നോക്കുന്ന വെയിങ് സ്കെയിലുകളുണ്ട്. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന സ്കെയിലുകളുണ്ട്. സർഫേസ് അക്കൂസ്റ്റിക് വേവ് എന്ന് പറയും. സോ സ്കെയിലുകൾ, സോ ടെക്നോളജി വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പച്ചക്കറി കടയിൽ ചെന്നാൽ വരെ അവിടെ ആണെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള വെയിറ്റ് നോക്കുന്ന മെഷീനുകൾ വെച്ചിട്ടാണ് സാധനങ്ങൾ തൂക്കിയിട്ട് നമുക്ക് തരാറുള്ളത്. കറക്റ്റ് അതിനകത്തോട്ട് വിലയും കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ ഗ്രാമിനുള്ള കാശ് വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തരും. ശരിക്കും പറഞ്ഞാൽ കച്ചവടക്കാരൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ലാഭമാണ്. കാരണം ഏറ്റവും ചെറിയ ഇതുവരെ തൂക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഫുൾ എമൗണ്ട് അവർക്ക് കിട്ടും. അതേസമയം മേടിക്കാൻ വരുന്ന ആളുടെ ഭാഗത്ത് നോക്കിയാണെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. പണ്ടൊക്കെ പച്ചക്കറി കടയിൽ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കട്ടിങ് ത്രാസൊക്കെ വെച്ച് ഇങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും നമുക്ക് മേടിക്കാൻ ചെല്ലുന്നവർക്കൊരു 10 ഗ്രാം 100 ഗ്രാം ഒരു 50 ഗ്രാമെങ്കിലും ഒരു കൂടുതലിടും. അങ്ങനെയാണ് അത്ര ലാഭം ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അതങ്ങ് പോയി കിട്ടി ഈ സാധനങ്ങൾ വന്നേ പിന്നെ. പക്ഷേ എങ്കിൽ ഒരു ലബോറട്ടറിയുടെ ബേസിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ചെറിയ ഒരു മണൽത്തരി വരെ അളക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇപ്പോൾ. എന്തായാലും ടെക്നോളജി അതുപോലെ ഇപ്പം അങ്ങ് വളർന്നുപോയി. സ്കെയിലുകളുടെ കാര്യത്തിൽ ഒരു 10-50 കൊല്ലമായിട്ടാണ് ഇത്രയും പെട്ടെന്നൊരു വളർച്ച അങ്ങ് ഉണ്ടായിരിക്കുന്നത്. അത്രയും നാളും വളരാതെ നിന്നിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് സ്കെയിലുകളുടെ വെയിറ്റ് നോക്കുന്ന മെഷീനുകളുടെ കഥ. എന്തായാലും മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ കേടായിപ്പോയതാണ്. ബാക്കി ഭാഗങ്ങളെല്ലാം കേടായിപ്പോയി. ഡിസ്പ്ലേക്ക് അടിച്ചു പോയി. അതിൻ്റെയൊക്കെ ഇനി ഐ സി മാറ്റിയൊക്കെ വെച്ചെല്ലാം നന്നാക്കി വരുന്നതിലും ഭേദം വേറെ ഒരു തൂക്കുന്ന മെഷീൻ പോയി മേടിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സാധനം നശിപ്പിച്ചു, ഒരു കാര്യം നമ്മൾ പഠിച്ചു, കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു സാധനം നശിപ്പിക്കാം, വേറൊരു സാധനം ഉണ്ടാക്കും. എന്തായാലും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.